ഹലോ, എൻ്റെ പേര് ഡോക്ടർ വിമി വർഗീസ്, യശോദ ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ കാര്യമാണ്, ലങ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ഓക്സിജൻ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കേണ്ട ഒരു ആവശ്യം വരും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? നമുക്കറിയാവുന്ന പോലെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു പുതിയ ഒരാളുടെ ഓർഗൻ വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ പല മരുന്നുകളും ഒരാൾ കഴിക്കുന്നുണ്ടാവാം. ഈ ഒരു സമയത്ത് ഒരാൾക്ക് അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്, മരുന്ന് ജീവിതകാലം വരെയും കഴിക്കേണ്ട ഒരു ആവശ്യം വരണം. സ്ഥിരമായിട്ട് ഒരു ഡോക്ടറുടെ ഫോളോ അപ്പ് ഉണ്ടാവണം. കാരണം ഈ ലങ്സിൻ്റെ ഇൻഫെക്ഷനോ റിജക്ഷനോ ബാക്കി ബുദ്ധിമുട്ടുകൾ ഒരു സാധാരണ ഒരു പനിയോ ചുമയോ പോലത്തെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അത് കണ്ടുപിടിക്കാൻ ഒരു സ്ഥിരമായ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഓൾമോസ്റ്റ് 6 months അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ഒരു സാധാരണ രീതിയിൽ ജോലിക്ക് പോകാം. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ നോർമലി പറയുന്ന പോലെ ബാക്കി സേഫ്റ്റി പ്രിക്കോഷൻ അഥവാ മാസ്ക്, ഒരു വലിയ ആൾക്കൂട്ടത്തെ ഒഴിവാക്കുക, അങ്ങനത്തെ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം. ഇതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരു ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാർക്ക് ഓക്സിജൻ്റെ ട്യൂബോ അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യം വരികയില്ല. 5% ആൾക്കാർക്ക് എക്സസൈസ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരാൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കണം, ഓക്സിജൻ ട്യൂബിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് 6 മാസം മുതൽ 1 വർഷം കഴിഞ്ഞിട്ട്. താങ്ക് യു. Like, comment and subscribe for more health updates.